തമിഴ്നടി രഞ്ജന നാച്ചിയാർ ബി.ജെ.പിയോട് വിട പറഞ്ഞു. ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതിൽ വലിയ അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ടാണ് പ്രമുഖ നടിയും ബി.ജെ.പിയുടെ തമിഴ്നാട് കലാ സാംസ്കാരിക വിഭാഗം സെക്രട്ടറിയുമായ രഞ്ജന നാച്ചിയാർ രാജിവെച്ചത്. തമിഴ്നാടിനോടുള്ള പ്രത്യേകമായ ഒരു അവഗണന അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ബി.ജെ.പി സർക്കാർ വന്നതു മുതൽ തമിഴ്നാടിനെ മറ്റൊരു രീതിയിൽ കാണുന്നത് ചിലപ്പോൾ DMK-യോടുള്ള വൈരാഗ്യമായിരിക്കാം. എങ്കിലും തമിഴ്നാടിനോട് മൊത്തത്തിൽ ബി.ജെ.പി കാണിക്കുന്ന ഒരു വൈരാഗ്യം, അതിന് അവർ കൊടുക്കേണ്ട വില വലുതായിരിക്കുന്നു. തമിഴ്നാടിനോടുള്ള അവഗണനയും ഹിന്ദി ഉൾപ്പെടെ 3 ഭാഷകൾ നിർബന്ധമാക്കാനുമുള്ള പുതിയ വിദ്യാഭ്യാസ നയത്തിലും ബി.ജെ.പി നിലപാടിലും പ്രതിഷേധിച്ചുകൊണ്ടാണ് രഞ്ജന രാജിവെച്ചിരിക്കുന്നത്. ത്രിഭാഷാ നയം അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ലെന്നും ബി.ജെ.പിക്ക് ദ്രാവിഡരോട് വലിയ രീതിയിൽ വെറുപ്പാണെന്നും രഞ്ജന നാച്ചിയാർ തുറന്നടിച്ചു. ബി.ജെ.പി തമിഴ്നാടിനെ സ്ഥിരമായി അവഗണിക്കുന്നൊരു ശൈലി കുറേ നാളുകളായി കാണുകയാണ്. ഒരു തമിഴ് വനിത എന്നുള്ള നിലയിൽ അവർക്കൊപ്പം നിൽക്കാൻ സാധിക്കില്ലെന്നും രഞ്ജന നാച്ചിയാർ വ്യക്തമാക്കിയിരിക്കുന്നു. ബി.ജെ.പി വിട്ടാലും തൻ്റെ പൊതുപ്രവർത്തനം തുടരുമെന്ന് പ്രഖ്യാപിച്ച രഞ്ജന നാച്ചിയാർ 8 വർഷത്തിലേറെയായി ബി.ജെ.പിയിൽ വിവിധ പദവികൾ വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേശസ്നേഹം, ദേശീയ സുരക്ഷ, മതമൂല്യങ്ങൾ എന്നിവ ഉയർത്തിപ്പിടിക്കുന്ന ഒരു പാർട്ടിയാണെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ബി.ജെ.പിയിൽ ചേർന്നതെന്നും അതൊരു തെറ്റിദ്ധാരണയായി പോയി എന്നും അവർ വ്യക്തമാക്കുന്നു. എന്നാൽ എല്ലാ ഇന്ത്യക്കാരെയും ഉൾക്കൊള്ളുന്നതിന് പകരം ഇടുങ്ങിയ ചിന്താഗതിയാണ് ബി.ജെ.പി എന്ന പാർട്ടിക്കുള്ളത് എന്നവർ തുറന്നടിക്കുന്നു. ബി.ജെ.പിയിൽ സ്ത്രീകൾ നേരിടുന്ന വെല്ലുവിളികൾ ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ അണ്ണാമലയ്ക്ക് എഴുതിയ രാജിക്കത്തിൽ അവർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. താൻ ഏറെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടും പാർട്ടി തന്നെ പരിഗണിച്ചില്ലെന്നും രാഷ്ട്രീയത്തിൽ സ്ത്രീകളുടെ നിലനിൽപ്പ് തന്നെ ഇവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണെന്നും രഞ്ജന കത്തിൽ വ്യക്തമാക്കുന്നു. ബി.ജെ.പിക്ക് ഇത് വലിയ നഷ്ടമാണ്. കാരണം ബി.ജെ.പി ഒരു ഗതിയും പിടിക്കാത്തൊരു സംസ്ഥാനമാണ് ഇപ്പോഴും തമിഴ്നാട്. ഒരൊറ്റ MP പോലുമില്ല. എങ്കിലും അവിടെ അമിത്ഷാ ഏറ്റവും ആഗ്രഹിച്ചു പോയതും ആ സംസ്ഥാനം തന്നെയാണ്. അത് പിടിക്കാൻ അമിത്ഷാ കളിക്കാത്ത കളികളില്ല. എത്രയോ തവണ അമിത്ഷാ തമിഴ്നാട്ടിൽ വന്നു പോയിട്ടും അനക്കം പോലും അവിടെ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വീണ്ടും വീണ്ടും വ്യക്തമാക്കുന്നതാണ് ഇപ്പോഴത്തെ രാജി. പക്ഷെ പ്രമുഖരായ ഈ നേതാക്കളെല്ലാം കൊഴിഞ്ഞു പോകുന്നത് പാർട്ടിക്ക് വലിയ ക്ഷീണമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഖുശ്ബുവും അതുപോലെ മറ്റുള്ള നേതാക്കളെല്ലാം, പ്രമുഖരായ നേതാക്കളെല്ലാം കളം വിടുമ്പോൾ ഇപ്പോൾ രഞ്ജന നാച്ചിയാറും അവരോടൊപ്പം ചേരുമ്പോൾ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഇന്നല്ലെങ്കിൽ നാളെ ഗതി പിടിക്കുമെന്നൊരു പ്രതീക്ഷയ്ക്കാണ് മങ്ങലേറ്റിരിക്കുന്നത്.